വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് വൈബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് ചെല്ലാനം വാക്ക് വേ. ടെട്രാപോഡ് കടൽ ഭിത്തികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ വാക്ക് വേ ഒരു 7.5 കിലോമീറ്ററോളം ദൂരത്തിലുണ്ട് കേട്ടോ. ഈ കണ്ണമാലി ചെല്ലാനം ഏരിയയിൽ ഇടയ്ക്കിടെ മുമ്പുണ്ടായിരുന്ന കടലാക്രമണത്തിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് ഈ ടെട്രാപോഡ് കടൽ ഭിത്തി. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ സേഫാണ്, അതോടൊപ്പം അവർ ഹാപ്പിയാണ്. കേരളാസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ബീച്ച് വാക്ക് വേ എന്നാണ് പറയപ്പെടുന്നത്. വിദേശികളടക്കമുള്ള ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോയത്. ആന, കടൽ, മോഹൻലാൽ ഇത് മൂന്നും എനിക്ക് വീക്ക്നെസ്സാണ്. ഈ കടലിലേക്ക് നോക്കി നിൽക്കുമ്പം നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കഴിവ് കടലിനുണ്ട്. ബിക്കോസ് അങ്ങനത്തെ ഒരു തരം ഫ്രീക്വൻസിയാണ് കടലിനുള്ളത്. കടൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. നേരെ നമ്മൾ കണ്ണമാലി പള്ളിയിലേക്കാണ് പോയത്. ഈ ഒരു പള്ളി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ നേർച്ച സദ്യ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടുത്തെ പെരുന്നാളൊക്കെ വളരെ പ്രസിദ്ധമാണ്. മാർച്ച് 19-നാണ് ഇവിടുത്തെ നേർച്ച സദ്യ ഉണ്ടാവാറ്. ആദ്യമായിട്ടൊരു പള്ളിയിൽ വരുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു വിഷ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് പറയുക. അപ്പം ഞാനും പ്രാർത്ഥിച്ചു. എന്തായാലും എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ചർച്ചായാലും ടെമ്പിളായാലും എല്ലായിടത്തും പോസിറ്റിവിറ്റിയാണ്. അപ്പം നമുക്കതേ വേണ്ടു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കുമ്പളങ്ങി നൈറ്റ്സിലേക്കാണ് പോയത്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്കറിയില്ല എന്താണെന്ന്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര വന്നില്ല. അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. എനിവേ നല്ലൊരു ദിവസമായിരുന്നു. ഹാപ്പി. സീ യു സൂൺ.